പിന്നെന്താ പറയാ, 3 മക്കൾ ഒരുമിച്ച് കാണാൻ സാധിച്ചു. നമ്മളെ കൊമ്പങ്കാട് തറവാട്ടിൽ നിന്ന് ആയിരുന്ന ഒരാള് എത്തിയിട്ടുണ്ട് കുറെ നേരത്തെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, കുറച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. കാത്തിരിക്കും ഇന്നത്തെ കണ്ടന്റ് എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പ്രായഭേദമന്യേ ഒരുപാട് ആരാധകരുള്ള മലപ്പുറത്തിന്റെ അഭിമാനമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൊമ്പങ്കാട് കോയാൻ കുഞ്ഞാപ്പു. യെസ്, അവര് മാത്രമല്ല കേട്ടോ, അനീഷ അവര് വരുന്നതിന് മുന്നേ അവരുടെ ഫാമിലിയിൽപ്പെട്ട ഒരാൾ നമ്മുടെ സ്റ്റേജിലുണ്ട്. ശരി, അറിയാം. നേരത്തെ തന്നെ വന്ന് മഞ്ചേരിയുടെ നിറഞ്ഞ കയ്യടി. നമ്മുടെ പ്രിയപ്പെട്ടവര് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുകയാണ്. നമ്മൾ കുറേ നേരമായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഒത്തിരി ആളുകളുണ്ട്. 2 മണിക്കൊക്കെ വന്ന ഒരുപാട് കുട്ടികളുണ്ട്. മോൾക്ക് നേരത്തെ എത്തിയിട്ടോ, മോൾക്ക് നേരത്തെ എത്തി. ഇവിടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ വന്നാൽ മതി ആദ്യം. പക്ഷെ മൂത്ത കാരണവർ വരുമ്പോഴല്ലേ അതിന്റെ ഒരു വൈബ് ഉണ്ടാവുള്ളൂ. എന്താണ് പറയാനുള്ളത്? കാത്തിരിക്കുകയായിരുന്നു ഇത്രയും പേര്. ഇതാ എന്താ പറയാന്, വേദിയിൽ നിൽക്കുന്ന തുടങ്ങി വേദിയക്ഷൻ, സൈഡിൽ നിൽക്കുന്ന സൈഡ് അക്ഷൻ, മധ്യത്തിൽ നിൽക്കുന്ന ഇപ്പക്ഷൻ, മോളക്ഷൻ, മൾട്ടി മതി 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 മതി. ഓക്കെ, നമുക്ക് ഒരാളും കൂടെ നമ്മുടെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരു ദിവസം തീർച്ചയായും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സ്, ഫാഷൻ, അങ്ങനെ ഒത്തിരി കണ്ടന്റുകൾ നമുക്ക് പരിചയപ്പെടുത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇർഫാന ഇബ്രാഹിം ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ നിറഞ്ഞ കൈയിലൂടെ സ്വാഗതം ചെയ്യാം പ്രിയപ്പെട്ട ഇർഫാന ഇബ്രാഹിം. എന്താണ്, നമുക്ക് ഇവിടെ തുടങ്ങണോ? വാപ്പന്റെ അടുത്ത് അങ്ങനെ തുടങ്ങി 3 മക്കൾക്ക് അല്ലേ, അവിടെ തന്നെ തുടങ്ങിയോട്ടോ. ഓക്കെ യെസ്, കൊയൊക്കെ തുടങ്ങിക്കൊണ്ടല്ലേ. വിസ്മയല്ലേ. എന്തായാലും ഒരുപാട് സന്തോഷം. പോയിക്കോ. കൊമ്പങ്കാട് കോയ, അസ്സലാമു അലൈക്കും. നമസ്കാരം. സെറോസി വുമൻസ് സ്റ്റോറിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ചങ്കളെ കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. പിന്നെന്താ പറയാ, 3 മക്കൾ ഒരുമിച്ച് കാണാൻ സാധിച്ചു. നമ്മളെ കൊമ്പങ്കാട് തറവാട്ടിൽ നിന്ന് ആയിരുന്ന ഒരാള് എത്തിയിട്ടുണ്ട് കുറെ നേരത്തെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, കുറച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഈ നമ്മളെ കുടുംബത്തിൽ ഒരു തല തെറിച്ചൊന്നുണ്ടല്ലോ, എപ്പോഴും പൊട്ട് കിട്ടുന്ന ഒരാള്. ഓനോട് ഞാൻ 2 വാക്ക് സംസാരിച്ചാൽ പറയാം. പക്ഷെ അവന് കൊടുത്ത അപ്പൊ തുടങ്ങും ഓരോന്ന്. സ്റ്റേജിൽ നിൽക്കണം അധ്യക്ഷൻ കധ്യക്ഷൻ അങ്ങനത്തെ വർത്താനൊന്നും ഇല്ലാതെ ഇന്ന് അടിയില്ല എന്നുള്ളതാണ് ഞാൻ അവരോട് പറഞ്ഞു. അടിയില്ല കേട്ടോ, അടിയില്ല. പക്ഷെ വെറുതെ കാട്ടിയ തല്ലുന്നു. ഒരൊറ്റ കാര്യം, നമ്മളെ സെറോസിയുടെ ഡയറക്ടേഴ്സിനെ കൂടെ നമുക്ക് വേദിയിലേക്ക് വിളിക്കണം. അവർ ഒന്ന് വേദിയിലേക്ക് വരികയാണ്, ഒന്ന് ക്ഷണിക്കുകയാണ് നമ്മുടെ സെറോസിയുടെ ഡയറക്ടേഴ്സ്. പ്ലീസ് വെൽക്കം. അവരെ കൂടെ ഒന്ന് വേദിയിൽ ഉണ്ടാകുമ്പോഴാണ് ലഭിത. തീർച്ചയായും നമ്മുടെ പ്രിയപ്പെട്ട സെറോസി വുമൻസ് സ്റ്റോറിന്റെ ഡയറക്ടേഴ്സിനെ നമ്മൾ ഒത്തിരി സ്നേഹത്തോടെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. പ്ലീസ് വെൽക്കം. വരും. സെറോസി വുമൻസ് സ്റ്റോറിന്റെ ഡയറക്ടേഴ്സിനെ ഏറെ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞ നല്ലൊരു കച്ചേരി ആദ്യം പോരെ. എല്ലാം ഫിദ പാട്ടുകാരൻ മാത്രമല്ല, മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. തീർച്ചയായും വാപ്പ ഇടയ്ക്കിട്ടുണ്ടെങ്കിൽ നോക്കി ശരിക്കും നമുക്ക് എന്താണ് ശബ്ദം അനുകരിക്കണം, അതോ അല്ലെങ്കിൽ മുന്നേ വാപ്പയുടെ പാട്ട് കേൾക്കണോ? എന്തായാലും ഒരു പാട്ടൊക്കെ പാടി അമർത്തിട്ട് പോയാൽ മതി. ശബ്ദം എന്തെങ്കിലും ആണെങ്കിൽ എന്തെങ്കിലും എടുക്കല് നിർബന്ധമാണല്ലോ ഇപ്പൊ നമ്മള് ഒരു സ്റ്റേജിൽ ചെന്നാല്. തീർച്ചയായും നല്ല നല്ല ഒരുപാട് ആർട്ടിസ്റ്റുകളെ നമുക്ക് ശബ്ദത്തിലൂടെ അനുകരിച്ചിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞാപ്പു അങ്ങനെ വിളിക്കുന്നതായിരിക്കും ഒന്നുകൂടി എല്ലാവർക്കും ഇഷ്ടം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വിളിക്കാൻ പാടുള്ളൂ. അതെ, മൾട്ടി. പിന്നെ മിമിക്രി ഇഷ്ടമാണോ? ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് മലയാള സിനിമയില് ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്, കേട്ടോ. അതിന് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് 2 പെണ്ണുങ്ങള്. കണ്ടുക്കണോ? ഒന്ന് ഉറങ്ങാതെ ഒന്ന് പറയേ. അതിന് ഒരു ചേച്ചീന്റെ വോയിസ് എടുക്കട്ടെ. കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കൈയെടുക്കുങ്ങള്. സന്തോഷം. അതിന് മുന്നേ ഒരു പവറുള്ള ഒരു കൈയടി, മഞ്ചേരിയുടെ പവറുള്ള ഒരു കൈയടി എല്ലാവരും ചേർത്തുകൊണ്ട്.
വാവ്, ശക്തിയുണ്ട്. അപ്പൊ എല്ലാവർക്കും ശക്തിയുണ്ട്. അപ്പൊ കേക്കല്ലേ? അപ്പൊ ആക്ഷൻ ഹീറോ ബിജുവിലെ മേരി ചേച്ചി. കനകാമ്പരം ഞങ്ങളുടെ അയൽവരക്കാരനാണ് സാറേ. അവനെപ്പം നോക്കിയാലും കുളിക്കണം. കുളിക്കുമ്പോ തുണിമണി ഇല്ലാതാണ് സാറേ കുളിക്കാറ്. തുണിമടയില്ലെങ്കിൽ നിങ്ങൾ നോക്കാതിരുന്ന പോരെ? നോക്കാതിരുന്ന ശൂഷു എന്ന് വിളിക്കും സാറേ. ഷൂഷു എന്ന് വിളിച്ചാൽ നോക്കിപ്പോലോ? ഇവര് കാണാൻ എങ്ങനെയാണ്? കാണാനും പൊക്കം കുറഞ്ഞ് കറുത്തിരുണ്ട് ഒരു മാക്കാച്ചിത്തലേനെ പോലെ അല്ലേടി. ആ ഒരു മാക്കാച്ചിത്തലേന. സാറിന്റെ പേര് മിനി എന്നല്ലേ? പെണ്ണുങ്ങളെ പേരാണല്ലോ സാറേ. ഒന്ന് പോളൂ സാറേ. താങ്ക് യു. പിന്നെ നമ്മള് വന്നപ്പോ ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ജാൻമണിയുടെ ആ ഒരു ഇത് കേക്കട്ടെ. ഇഷ്ടമല്ല, എല്ലാം ഇഷ്ടമാണ്, പക്ഷെ ജാൻമണിയുടെ ആ ഒരു ഡയലോഗ് നമുക്ക് ഒന്നും അതൊന്ന് പ്ലീസ്. അടിയില്ലാതെ എടുത്താ പോരെ? അടിയില്ലാതെ ബസ് ഞാൻ പറഞ്ഞാ പോരെ? എടുത്തുകാരല്ലോ. അത് ജാൻമണി കൂടി കേൾക്കണം എന്നാണ് എന്റെ ഒരു ഇത്. അതെ, ആയിക്കോട്ടെ, തുടങ്ങല്ലേ? കൈയടിച്ചോളി. വേറെ ആരാ കൈയടിച്ചു? അതെ, ഇഷ്ടായില്ലേ? നീ പപ്പുച്ചേട്ടനെ കേക്കണ്ടേ? കേക്കണ്ടേ പ്ലീസ്? നമ്മുടെ പക്രു പക്രു പക്രുന്നവരും പപ്പുച്ചേട്ടനെ, കുതിരവട്ടം പപ്പുച്ചേട്ടനെ. അപ്പൊ എല്ലാരും കൂടി ചേർന്നിട്ട് പടക്കം പൊട്ടുന്ന പോലത്തെ ഒരു കയ്യടി എന്തായാലും മസ്റ്റാണ്. നമുക്ക് ഇനി നറുക്കെടുപ്പിലേക്ക് പോകാം. തീർച്ചയായും നമ്മുടെ ലക്കി വിന്നേഴ്സിനെ 3 ലക്കി വിന്നേഴ്സിനെ നമുക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഹുസൈൻ ഇവിടെ ഉണ്ട്. ഹുസൈൻക്ക് ഒന്ന് മൈക്ക് കൈമാറി. മഞ്ചേരിക്കാര് നമുക്ക് തരും എന്നത് ഉറപ്പാണ് അല്ലേ? ഇതാ ബസ്സിലാണ് ആൾക്കാര് ഫുള്ള്. അടിപൊളി. കൊമ്പങ്ങാട് പോയ അപ്പുറത്ത് കുഞ്ഞാപ്പുണ്ട്. കുഞ്ഞാപ്പ് ഒന്ന് കൈവെക്കോ. ബസ്സിൽ ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്ക് 3 ലക്കി വിന്നേഴ്സിനെ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഒരുപാട്